ആശീർവാദ് സിനിമാസിന്റെ ബാനറിൽ ആന്റണി പെരുമ്പാവൂരും, ലൈക്ക പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ സുഭാസ്കരൻ അല്ലിരാജയും, ഗോകുലം മൂവീസിന്റെ ബാനറിൽ ഗോകുലം ഗോപാലനും സംയുക്തമായി ചേർന്ന് നിർമ്മിച്ച് പൃഥ്വിരാജ് സുകുമാരൻ സംവിധാനം ചെയ്ത് മുരളി ഗോപി സ്ക്രിപ്റ്റ് എഴുതി മോഹൻലാൽ നായകനായി ഇന്ന് തിയേറ്ററിൽ ആഗോളതലത്തിൽ റിലീസായ എമ്പുരാൻ എന്ന സിനിമയെക്കുറിച്ചാണ് ഞാനിന്ന് നിങ്ങളുമായി സംസാരിക്കുന്നത്. നമസ്കാരം, ഞാൻ തോമസ് സാമുവൽ. ടോംസ് ബ്ലോഗിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ അറിയാത്തതെന്തോ സ്റ്റീഫൻ നെടുമ്പള്ളിയുടെ കഥയിലുണ്ട്. ദൈവപുത്രൻ തന്നെ തെറ്റ് ചെയ്യുമ്പോൾ ചെകുത്താനെ അല്ലാതെ വേറെ ആരെ ആശ്രയിക്കാൻ? നമുക്കാദ്യം സിനിമയുടെ പ്രത്യേകതകളിൽ നിന്ന് തന്നെ തുടങ്ങാം. എന്തൊക്കെയാണ് എമ്പുരാൻ സിനിമയുടെ ഏറ്റവും വലിയ പ്രത്യേകതകൾ? മലയാളത്തിലെ ഏറ്റവും വലിയ ഹിറ്റുകളിലൊന്നായ ലൂസിഫർ എന്ന സിനിമയുടെ രണ്ടാം ഭാഗമാണ് എമ്പുരാൻ. മലയാളത്തിൽ മമ്മൂട്ടിയും മോഹൻലാലും കഴിഞ്ഞാൽ മിനിമം ഗ്യാരണ്ടിയുള്ള നടന്മാരിൽ ഒരാളായ പൃഥ്വിരാജ് സുകുമാരൻ സംവിധാനം ചെയ്യുന്ന മൂന്നാമത്തെ സിനിമയാണ് എമ്പുരാൻ. ഒപ്പം മലയാളത്തിൽ ഇറങ്ങിയതിൽ വെച്ച് ഏറ്റവും ചെലവേറിയ സിനിമ. റിലീസിന് മുമ്പ് മലയാളത്തിൽ ഏറ്റവും ചർച്ച ചെയ്യപ്പെട്ട, പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയിൽ ചർച്ച ചെയ്യപ്പെട്ട സിനിമ, ഐമാക്സിൽ ചിത്രീകരിക്കുന്ന മലയാളത്തിലെ ആദ്യത്തെ സിനിമ. പുലർച്ചെ 6-ന് ആദ്യ ഷോ. കേരളത്തിൽ മാത്രം 700-ലധികം സ്ക്രീനുകൾ. ഓൺലൈൻ ബുക്കിംഗിൽ പുതിയ റെക്കോർഡ്. കുറച്ചുകൂടി വിശദമാക്കി പറഞ്ഞാൽ, ആദ്യ മണിക്കൂറിൽ ഏറ്റവും അധികം ടിക്കറ്റുകൾ ബുക്ക് ചെയ്യപ്പെട്ട ആദ്യത്തെ ഇന്ത്യൻ സിനിമ. മലയാളത്തോടൊപ്പം തമിഴ്, തെലുങ്ക്, കന്നഡ, ഹിന്ദി എന്നീ ഭാഷകളിലും സിനിമ എത്തിയിരിക്കുകയാണ്. താരങ്ങളുടെ ഉയർന്ന പ്രതിഫലത്തിനെതിരെ നിർമ്മാതാക്കളുടെ സംഘടനയായ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ രംഗത്ത് വരികയും പൃഥ്വിരാജിന്റെ പിന്തുണയോടുകൂടി ആന്റണി പെരുമ്പാവൂർ ഇതിനെതിരെ പ്രതികരിക്കുകയും ചെയ്യുന്നു. ഒടുവിൽ എമ്പുരാൻ തിയേറ്റർ റിലീസായി ഇറക്കില്ല എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ പോവുകയും ഒടുവിൽ ഈ പ്രതിബന്ധങ്ങളെല്ലാം തരണം ചെയ്ത് എമ്പുരാൻ തിയേറ്ററുകൾ റിലീസായിരിക്കുകയാണ്. കൂടാതെ മോഹൻലാൽ തന്നെ സംവിധാനം ചെയ്ത വമ്പൻ പ്രോജക്റ്റായ ബൊറോസ് അടക്കമുള്ള സിനിമകളുടെ പരാജയത്തിന് ശേഷം വരുന്ന മോഹൻലാൽ സിനിമ. ഇനി നമുക്ക് സിനിമയുടെ കഥയിലേക്ക് വരാം. രണ്ട് കാര്യങ്ങൾ എടുത്തു പറയേണ്ടതായിട്ടുണ്ട്. ഒന്ന്, മലയാളത്തിൽ ഇതുവരെ ഇറങ്ങിയതിൽ വെച്ച് ഏറ്റവും ഹൈ ക്വാളിറ്റിയുള്ള സിനിമ. മറ്റൊന്ന്, ഹോളിവുഡ് സ്റ്റൈലിലും നമുക്കൊരു മലയാള സിനിമ എങ്ങനെ നിർമ്മിക്കാം എന്നതിൻ്റെ വലിയൊരു ഉദാഹരണം കൂടിയാണ് ഈ സിനിമ. ഇനി കഥയിലേക്ക് വരാം. ലൂസിഫറിന്റെ തുടർച്ചയായിട്ട് തന്നെയാണ് സിനിമയുടെ കഥ വരുന്നത്. ജിതിൻ രാംദാസ് എന്ന ടൊവിനോയുടെ കഥാപാത്രം, ഇയാളുടെ സഹോദരിയായ മഞ്ജു വാര്യർ അവതരിപ്പിക്കുന്ന പ്രിയദർശിനി രാംദാസ്, ഇവരുൾപ്പെടുന്ന രാഷ്ട്രീയ സംഭവ വികാസങ്ങൾ, കേരളത്തിലെ ഓരോ രാഷ്ട്രീയ പാർട്ടിക്കും ഏതെല്ലാം രീതിയിൽ കൊള്ളേണ്ടടുത്ത് കൊള്ളാമെന്ന രീതിയിൽ തന്നെയാണ് മുരളി ഗോപി സ്ക്രിപ്റ്റ് ചെയ്തു വെച്ചിരിക്കുന്നത്. മുരളി ഗോപിയുടെ സ്ക്രിപ്റ്റിന്റെ ആ ഒരു പഞ്ചം വരുന്നത് ഫസ്റ്റ് ഹാഫിൽ തന്നെയാണ്. പിന്നെയാണ് മോഹൻലാലിന്റെ കഥാപാത്രം. ആദ്യം അബ്രഹാം ഖുറേഷി, പിന്നീട് സ്റ്റീഫൻ നെടുമ്പള്ളി, ഈ കഥാപാത്രങ്ങൾ വരുന്നത്. സാധാരണ ഒരു സിനിമയിൽ നായകന്റെ എൻട്രി അല്ലെങ്കിൽ ക്ലൈമാക്സ്, ഈ സീനുകളിലായിരിക്കും ഏറ്റവും കൂടുതൽ കയ്യടി നേടുന്നത്. പക്ഷേ ഈ സിനിമയിൽ നായകൻ വരുന്ന ഓരോ സീനിലും നമുക്ക് കൈയടിക്കാനുള്ള ഒരു വക പൃഥ്വിരാജ് ഒരുക്കി വെച്ചിട്ടുണ്ട്. ചിത്രത്തിലെ സംഘടന രംഗങ്ങളും എടുത്തു പറയേണ്ടതാണ്. പിന്നെ ചിത്രത്തിലെ വില്ലൻ ആരാണെന്ന് അറിയാനുള്ള ഒരു ക്യൂരിയോസിറ്റി, ഡ്രാഗണിന്റെ ആ സിമ്പിളൊക്കെ പറിച്ച് പുറംതിരിഞ്ഞ് നിൽക്കുന്ന ആ കഥാപാത്രം ആരാണെന്നതിനെ കുറിച്ചുള്ള നമുക്കൊരു ഗസ് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. ഞാനെന്തായാലും അതിനെക്കുറിച്ച് അധികം പറയുന്നില്ല. എന്തായാലും വളരെ ഗംഭീരമായി തന്നെ അത് ചെയ്തു വെച്ചിട്ടുണ്ട്. താരങ്ങളുടെ പ്രകടനത്തിൽ നായക കഥാപാത്രമായ എത്തിയ മോഹൻലാൽ വളരെ മികച്ച പെർഫോമൻസ് ആണ് സിനിമയിൽ കാഴ്ചവെച്ചിരിക്കുന്നത്. ഒരു മാസ് ആക്ഷൻ മോഹൻലാൽ സിനിമ നമ്മൾ കാണാൻ പോകുമ്പോൾ നമ്മൾ ചിന്തിക്കുന്നതിന് മുകളിലേക്ക് വരുന്നൊരു മികച്ച പ്രകടനമാണ്. സൂപ്പർ ഡൂപ്പർ പ്രകടനം തന്നെയാണ് മോഹൻലാലിൻ്റെത്. മോഹൻലാലിനൊപ്പം അഭിനയിച്ച മറ്റു താരങ്ങളെല്ലാവരും, ചെറുതും വലുതുമായ എല്ലാ താരങ്ങളും അവരവരുടെ റോളുകൾ ഗംഭീരമാക്കി. എടുത്തു പറയേണ്ടത് മഞ്ജു വാര്യർ, ടൊവിനോ തോമസ്, ഇന്ദ്രജിത്ത്, ബൈജു എന്നിവരുടെ പ്രകടനങ്ങളാണ്. പൃഥ്വിരാജിന്റെ സംവിധാനത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ വളരെ മികച്ച രീതിയിൽ, വളരെ സ്റ്റൈലിഷ് ആയാണ് ഈ സിനിമ പൃഥ്വിരാജ് സംവിധാനം ചെയ്തിരിക്കുന്നത്. ചില സീനുകളൊക്കെ കാണുമ്പോൾ ഇതൊരു മലയാള സിനിമയാണോ എന്ന് ചിന്തിക്കുന്ന രീതിയിലേക്ക് വളരെ ഹൈ ക്വാളിറ്റിയിലാണ് പൃഥ്വിരാജ് സിനിമ ചെയ്തു വെച്ചിരിക്കുന്നത്. പിന്നെ ഇത്തരം മാസ് മസാല എന്റർടൈനർ ആക്ഷൻ മൂടുള്ള സിനിമകൾ വരുമ്പോൾ ആ സിനിമയിൽ ക്യാമറ, എഡിറ്റിംഗ്, സംഗീതം എന്നിവയ്ക്കുള്ള പ്രാധാന്യം നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. ഇത്തരം സിനിമയെ വളരെ ഹൈപ്പിലേക്ക് കൊണ്ടുപോകുന്നതിന് ഈ ഘടകങ്ങൾ വളരെ അത്യാവശ്യമാണ്. സുജിത് വാസുദേവന്റെ ക്യാമറ, അഖിലേഷ് മോഹന്റെ എഡിറ്റിംഗ്, ദീപക് ദേവിന്റെ സംഗീതം, ഇത് മൂന്നും ഒരു രക്ഷയുമില്ല. വളരെ ഹൈപ്പിലേക്കാണ് ഈ സിനിമയെ
ഇവർ 3 പേരും തങ്ങളുടെ സാന്നിധ്യം കൊണ്ടെത്തിച്ചിരിക്കുന്നത്. മൊത്തത്തിൽ നോക്കിയാൽ ശരിക്കും ഒരു തിയേറ്ററിക്കൽ അനുഭവം തന്നെയാണ്. നിങ്ങൾ സിനിമ കാണുന്നെങ്കിൽ തീർച്ചയായും തിയേറ്ററിൽ നിന്ന് തന്നെ കാണുക. ഇതിനൊപ്പം എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം കൂടിയുണ്ട്. മലയാള സിനിമയിലെ മുൻനിര താരങ്ങൾ അഭിനയിച്ച മറ്റ് സിനിമകളിലെ സീനുകളും ഫോട്ടോകളും ഉപയോഗിച്ച് ഞാൻ അവതരിപ്പിക്കുന്ന ദ ലാസ്റ്റ് വിക്ടിം എന്ന വെബ് സീരീസ് യൂട്യൂബിൽ ലഭ്യമാണ്. ടോംസ് വ്ലോഗിന്റെ ചാനലാണ് വെബ് സീരീസ് ഉള്ളത്. നിങ്ങൾക്ക് തീർച്ചയായും വെബ് സീരീസ് ഒന്ന് കണ്ടു നോക്കാവുന്നതാണ്. ഒരു മർഡർ മിസ്റ്ററി വെബ് സീരീസ് ആണ്. സമയം കിട്ടുമ്പോൾ ഒന്ന് കാണുക. എമ്പുരാൻ കണ്ടവരാണ് നിങ്ങളെങ്കിൽ തീർച്ചയായും അതിന്റെ അഭിപ്രായം അറിയിക്കുക. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. മറ്റൊരു കിടിലൻ വീഡിയോയുമായി തമ്മിൽ വീണ്ടും കാണുമായിരിക്കും. സൈൻ ഔട്ട്. This deal is with the devil.